പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യത്തിൽ ഈ സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പാലിയത്തുകാവ് മലയിടം തുരുത്തിൽ കോടതിയുടെ വിധി എതിരായിരുന്നു ഈ മനുഷ്യർക്ക്. ചങ്ങരൻ നായർക്ക് അനുകൂലമായിട്ടാണ് കോടതി വിധി വന്നത്. അതെന്തുമാവട്ടെ, രേഖാമൂലം സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുന്ന മനുഷ്യർ, ദളിത് കുടുംബങ്ങൾ 7 കുടുംബങ്ങൾ, അവരെ ചേർത്ത് നിർത്തിയ സർക്കാർ, അവരെ ചേർത്ത് നിർത്തിയ സംവിധാനത്തിലെല്ലാം നമ്മളും കൂടി നന്ദി പറയുന്നു. 2 കാരണങ്ങളാലാണ്. ഒന്ന്, കോടതി വഴി പോയിരുന്നെങ്കിൽ അവർക്ക് ഇനി മറ്റൊരു വിധി കിട്ടുക അസാധ്യമായിരുന്നു. അവർക്ക് ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമായിരുന്നു. അവിടെയാണ് ആ ഭൂമി വിട്ടു നൽകാമെന്ന് ശങ്കരൻ നായർ സമ്മതിക്കുന്നു. ആ ഭൂമി വിട്ടു നൽകുന്ന സമയത്ത് അവിടെ വീട് വെച്ചു കൊടുക്കാമെന്ന് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. ആ 5 സെന്റ് അവരുടെ പേരിലാവും. അവർക്ക് സ്വന്തമായിട്ട് കുടികിടക്കാനുള്ള അവകാശവും അവിടെ കിട്ടും. അവർക്ക് സ്വന്തമായിട്ടുള്ള വീട് പണിയാനുള്ള അവകാശം കിട്ടും. സ്വന്തമായിട്ട് ഭൂമി കിട്ടുന്നു എന്നുള്ളതാണ്. ഇത്തരം സംഘർഷാവസ്ഥകളിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. കാരണം ആ കുടുംബങ്ങളെ പുറത്തെടുത്ത് അനാഥമായി വിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ കുടുംബങ്ങൾ കൂടി അംഗീകരിച്ച ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനമുണ്ട്. നിവൃത്തികേട് കൊണ്ടാണ്, അവർക്കറിയാം അവരുടെ ആ ഭൂമിയിൽ നിന്ന് അവർക്ക് മാറി തൊട്ടടുത്ത് മറ്റൊരു വീട്ടിൽ താമസിക്കേണ്ടി വരും. എങ്കിലും അവരെ അവിടെ നിന്ന് എന്നേക്കുമായി ആട്ടി ഓടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില കാര്യങ്ങളിൽ സർക്കാർ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. നിങ്ങൾ കോടതിയിൽ പോയി പരാജയപ്പെട്ടാലും പൊളിറ്റിക്സ്, രാഷ്ട്രീയം, സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തോന്നൽ നൽകും. അത് ചെറിയ കാര്യമല്ല. നമുക്ക് നേരെ വിപരീതമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. കേരളവുമായി ബന്ധപ്പെട്ട് മഞ്ഞക്കുറ്റി കൊണ്ട് മനുഷ്യരുടെ മോഹങ്ങളുടെ മേലാണ് വെച്ചത്. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരാനുള്ള കാരണവും അതാണ്. അന്ന് നിയമം പറയാതെ, സാങ്കേതികത പറയാതെ ആ മനുഷ്യരെ പോയി ഒന്ന് ചേർത്ത് പിടിച്ച് നിർത്തി രമ്യമായി പരിഹരിച്ചിരുന്നുവെങ്കിൽ കേരളിന്റെ പേരിൽ അന്നത്തെ ഇടത് സർക്കാർ പിന്നീട് പേരുദോഷം കേൾക്കേണ്ടി വരില്ലായിരുന്നു. ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാര്യത്തിലും അനുഭാവപൂർവമായി സർക്കാർ ഇടപെട്ടിരുന്നെങ്കിൽ പേരുദോഷം കേൾക്കേണ്ടി വരില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ നിയമത്തിനപ്പുറമാണ് മനുഷ്യത്വവും മാനവികതയും നിൽക്കുന്നത് എന്നുള്ളതാണ്. എപ്പോഴാണോ നിയമത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത്, അപ്പോൾ സ്നേഹം അവിടെ അവസാനിക്കും. Love begins when love ends. പക്ഷെ ഇവിടെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു, there is love. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കരുതലുണ്ട് എന്നുള്ളത്.